ചെട്ടിനാട്ടിലെ തനത് വീടുകൾ കാണുവാനുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ള ഒരു പ്രദേശമാണ് ചെട്ടിനാട്. കാരൈക്കുടി എന്ന ഒരു പട്ടണവും 74 ഗ്രാമങ്ങളും ചേരുന്നതാണ് ചെട്ടിനാട്. നാട്ടുകോട്ടെ ചെട്ടിയാർ എന്ന സമ്പന്ന സമുദായത്തിൻ്റെ മാതൃദേശവും കൂടിയാണ് ഇവിടം. ഈ സമുദായത്തിൽപ്പെടുന്ന ധാരാളം ആളുകൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ, സിലോൺ, ബർമ എന്നിവിടങ്ങളിലേക്ക് 19-20 നൂറ്റാണ്ടുകളിൽ കുടിയേറിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെട്ടിനാടൻ മണിമാളിക. മനോഹരമായി സംരക്ഷിച്ചു വരികയാണ് ഈ പാലസ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ സഞ്ചാരികൾക്കായി ഈ പാലസ് തുറന്നു കൊടുക്കുന്നില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമാണ് അകത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. പ്രധാനമായും സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് കൂടുതലായും ഈ പാലസ് വിട്ടു നൽകുന്നത്. ഏകദേശം 200-ൽ പരം ചെട്ടിനാടൻ വീടുകൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ഒരെണ്ണത്തിൻ്റെയെങ്കിലും അകം കാഴ്ചകൾ കാണണം എന്ന ആഗ്രഹത്തോടെ നിന്നപ്പോഴാണ് ഇളങ്കോവൻ എന്ന ചേട്ടനെ കാണാനിടയായത്. പിന്നീടുള്ള യാത്ര അദ്ദേഹത്തിൻ്റെ ലൂണയിൽ. അദ്ദേഹം അടുത്തുള്ള മറ്റൊരു പാലസിലേക്കാണ് എത്തിച്ചത്. പാലസ് കാണുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാവണം സമയം കളയാതെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. പാലസിൻ്റെ അകം കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി മുരുകൻ എന്നൊരാളും കൂടി. വളരെ മനോഹരമായ ഒരു നിർമ്മിതി. ഈ കാണുന്ന വാൾ ടൈൽസ് എല്ലാം ജപ്പാനിൽ നിന്നുള്ളവയാണ്. ഇറ്റലിയിൽ നിന്നും മാർബിൾ തീർത്ത പില്ലേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു നടുമുറ്റത്തിന് ചുറ്റും ക്രമീകരിച്ച വിശാലമായ മുറികളായിരുന്നു ഈ സൗധങ്ങളിലേത്. 18-ാം നൂറ്റാണ്ടിലാണ് ഇവയിൽ അധികവും നിർമ്മിക്കപ്പെടുന്നത്. വ്യാപാരികൾ എന്ന നിലയിൽ സമൂഹത്തിൻ്റെ സമ്പത്ത് സൂചിപ്പിക്കുവാൻ ലോകമെമ്പാടുമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മാളികകൾ നിർമ്മിച്ചിരിക്കുന്നത്. നടുമുറ്റത്തിൻ്റെ ഒരു കോണിലായി ഒരു കോപ്പർ പാത്രം നമുക്ക് കാണാൻ കഴിയും. മഴവെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നത്. കലാവാസ്തുവിദ്യാ രംഗങ്ങളിൽ സമ്പന്നമായ ഒരു പൈതൃകം ചെട്ടിനാടിനുണ്ട്. സമ്പന്ന കുടുംബങ്ങളുടെ വീടുകളായതിനാൽ ചെട്ടിനാടൻ സൗധങ്ങൾ അവരുടെ സമ്പദ്ശക്തി പ്രതിഫലിപ്പിക്കും വിധമാണ് പണി തീർത്തിരുന്നത്. ബർമീസ് തേക്കും ഇറ്റാലിയൻ മാർബിളും ജപ്പാനീസ് തറയോടുകളെല്ലാം ചെട്ടിനാടൻ സൗധങ്ങളുടെ പ്രധാന നിർമ്മാണ സാമഗ്രികളായിരുന്നു. വിശാലമായ മറ്റൊരു ഹാളിലേക്കാണ് എത്തിയിരിക്കുന്നത്. തടികളെല്ലാം ബർമയിൽ നിന്നുള്ള തേക്ക്, ഇലക്ട്രിക്കൽ വയേഴ്സും മറ്റും ഇംഗ്ലണ്ടിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്ന സ്റ്റെയിൻഡ് ഗ്ലാസ്സാണ് ഈ പല വർണ്ണങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 100 ആളുകൾക്ക് ഈ ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും സാധിക്കും. ഈ കാണുന്നത് പാത്രങ്ങൾ കഴുകുന്നതിനും അരയ്ക്കുന്നതിനുമായിട്ടുള്ള ഇടമാണ്. ഇതിൻ്റെ പിന്നിലാണ് കിച്ചൺ. ഇനി പടിക്കെട്ടുകൾ കയറി പാലസിൻ്റെ ഏറ്റവും മുകളിലേക്ക്. ஓகே, குழந்தை தொட்டி. இது இங்கிலாந்துலேருந்து வந்து ட்ரங்க் பெட்டி. இது வெட்டிங் கார்டு 1954 எடுத்துருக்காங்க. ஓ, அப்போ ரிலீஸ் ஆகுது. ஓகே. இது கிராம் ஃபோன். இது வீட்டுடைய அக்கௌண்ட்ஸ் புக்கு. ஓகே ஓகே ஃபைன்.
1933 இன்கம் டேக்ஸ் ஆஃபீஸ் வந்து ஸ்டாம்ப் பண்ணியிருக்காங்க. ஓ அந்த லெட்டர் எல்லாமே கோயில் கல்வெட்டில் உள்ள மாதிரி இருக்கும். ஓகே ஓகே. நம்பர்ஸ் எல்லாமே தமிழ் லெட்டரில் தான் இருக்கும். லெட்டர்ஸ் எல்லாம் இருக்கும். நெக்ஸ்ட் ஜென்ரேஷன் வந்து கால்குலேஷன் பண்ணி உங்களுக்கு நம்பர்ஸில் போட்டுருப்பாங்க கீழே. ஓகே ஓகே ஃபைன். தியேட்டருங்களா? இந்த ஊரில். சரி சரி. அதுக்குள்ளே லேடிஸ் டிக்கெட்டு டேக்ஸ் வரி கட்டியிருக்காங்க. 3 ரூபா 3 பைசா. 3 பைசா. ஓ 19 பைசா. ஸ்டோரேஜ் பாக்ஸ். இந்த லெட்டர்ஸ் எல்லாமே ஃபிலிம் யூஸ் பண்ணாது. மலேசியா இருந்து வருது. சரி சரி. இது கெரோசின். கரோசின். ஓகே. பட்டர்ஃப்ளை பிராண்ட். பட்டர்ஃப்ளை. செண்டு பாட்டில் அது. செண்டு பாட்டிலா? ட்ரிங்க்ஸ் எல்லாம் கிடையாது. ஓ தைலம், சாண்டல் ஆயில் எல்லாமே கொண்டு வந்திருக்கேன். சரி சரி. കൗതുകകരമായ ഒരു കാഴ്ച കാണിക്കാം എന്ന് പറഞ്ഞ് മുരുകൻ മുന്നിൽ നടന്നു. പിന്നാലെ ഞാനും. ഇതാണ് ആ കാഴ്ച. ഹെവി. ഷോ. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നൽകിയ കാഴ്ചകൾ മനസ്സിൽ നിറച്ച് ഇനി തിരികെ പടിയിറങ്ങാം. ഇതാണ് മുരുകൻ. വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കലാവിരുന്ന് അല്പസമയം നോക്കി നിന്നു. ചില നിർമ്മിതികൾ യാത്രയിൽ കാണാൻ സാധിക്കും. ചിലത് മോഡേൺ കലാകാരന്മാരുടെ വികൃതികളായി കാണാൻ സാധിക്കും. ഒരു നൂറ്റാണ്ടിൻ്റെ സമ്പന്നതയുടെ കഥകൾ പറയുന്ന ചെറ്റ്നാടൻ ഗ്രാമത്തോട് താൽക്കാലികമായ ഒരു വിടവാങ്ങൽ. ഒരു ചൂട് ചായയും കുടിച്ച് മടക്കയാത്രയ്ക്കായി കാത്തിരുന്നു.